എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരു വലിയ വീഴ്ചയാണ്, അല്ലേ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: ഈ വീഴ്ച ഇനിയും തുടരുമോ, അതോ ഇതൊരു താൽക്കാലിക തിരുത്തൽ മാത്രമാണോ? വരും ആഴ്ചയിൽ നിഫ്റ്റിയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈയൊരു കനത്ത ഇടിവ് കണ്ടിട്ട് ഓരോ നിക്ഷേപകനും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. ഇനി മാർക്കറ്റ് എങ്ങോട്ടാണ്? ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണോ, അതോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാങ്ങാനുള്ള അവസരമാണോ? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. അപ്പോൾ കയ്യിലുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു വിലയിരുത്തലിൽ കാര്യങ്ങൾ അത്ര പോസിറ്റീവല്ല. മിക്കവാറും തിങ്കളാഴ്ച മാർക്കറ്റ് താഴെയായിരിക്കും തുറക്കുക. അതായത് സെല്ലിംഗ് പ്രഷർ ഇനിയും തുടരും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സൂചനയാണത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതിന് പിന്നിലെ ടെക്നിക്കൽ സിഗ്നലുകൾ എന്തൊക്കെയാണ്? നമുക്ക് കണക്കുകളിലേക്ക് തന്നെ പോകാം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന വരുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നാണ്. ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷവും ട്രേഡ് ചെയ്യുന്ന ഒന്നാണിത്. വെള്ളിയാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 270 പോയിന്റ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. 24,300 എന്ന ലെവലിലാണ് അത് നിൽക്കുന്നത്. ഇത് അടുത്ത ദിവസത്തേക്കുള്ള ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച രാവിലെ നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ അവിടെയുണ്ട് എന്ന് സാരം. ഇനി ഈ ഇടിവിന് ആക്കം കൂട്ടുന്ന വേറൊരു കാര്യമുണ്ട്: ഡെത്ത് ക്രോസ് എന്ന് പറയുന്നൊരു ടെക്നിക്കൽ പാറ്റേൺ. പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഇത് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുന്നു എന്ന് കാണിക്കുന്നൊരു സിഗ്നലാണ്. സിമ്പിളായി പറഞ്ഞാൽ, മാർക്കറ്റിന്റെ ഷോർട്ട് ടേം മൂവ്മെന്റ് അതിന്റെ ലോങ് ടേം മൂവ്മെന്റിനേക്കാൾ താഴെയായി. ഇതൊരു ബെയറിഷ് സിഗ്നലായിട്ടാണ് കണക്കാക്കുന്നത്. ശരി, ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ശരിക്കും ഈ വീഴ്ചയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ? നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, ഇതിന് ഒരു കാരണം മാത്രമല്ല, പല കാര്യങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇടിവ്. ഗ്ലോബൽ മാർക്കറ്റുകൾ ഡൗൺ ആണ്. നമ്മുടെ വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ FIIs വൻതോതിൽ പണം പിൻവലിക്കുന്നുണ്ട്. അത് കണ്ടു പേടിച്ച് റീറ്റെയിൽ നിക്ഷേപകരും വിൽക്കുന്നു. പോരാത്തതിന് യുദ്ധസാഹചര്യങ്ങൾ കാരണം എണ്ണവില എങ്ങോട്ട് പോകുമെന്നൊരു ഉറപ്പുമില്ല. ഇതെല്ലാം ഒരുമിച്ച് വന്നതിന്റെ ഒരു ഇമ്പാക്റ്റാണിത്. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് FIIസിന്റെ വിൽപ്പനയാണ്. വെറും 4 ദിവസം കൊണ്ട്, ഒന്നോർക്കണം, വെറും 4 ദിവസം കൊണ്ട് 21,000 കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റൊഴിഞ്ഞത്. അതൊരു ചെറിയ സമ്മർദ്ദമല്ല മാർക്കറ്റിലുണ്ടാക്കിയത്. അതേസമയം നമ്മുടെ ആഭ്യന്തര സ്ഥാപനങ്ങൾ, അതായത് DIIs, വിപണിയെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചു. അവരേകദേശം 6,900 കോടി രൂപയ്ക്ക് ഓഹരികൾ വാങ്ങി. പക്ഷേ FIIകളുടെ ആ ഭീമമായ വിൽപ്പനയ്ക്ക് മുന്നിൽ അത് പിടിച്ചു നിൽക്കാൻ മാത്രം ശക്തമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ സെല്ലിംഗ് പ്രഷർ ഉള്ളപ്പോൾ നമ്മൾ, അതായത് നിക്ഷേപകർ, ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? എവിടെയാണ് സപ്പോർട്ട്, എവിടെയാണ് റെസിസ്റ്റൻസ്? നമുക്ക് നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ 24,500, പിന്നെ 24,600, ഇതൊക്കെ വലിയ കടമ്പകളാണ്. ഇനി താഴോട്ട് വന്നാലോ? ആദ്യത്തെ ഒരു താങ്ങ് കിട്ടാൻ സാധ്യത 24,300-ലും 24,200-ലുമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 24,200 ബ്രേക്കായാൽ പിന്നെ നിഫ്റ്റി നേരെ പോകാൻ സാധ്യത 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കാണ്. അത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് അനലിസ്റ്റുകൾ നൽകുന്ന ഉപദേശം വളരെ ക്ലിയറാണ്: ഇപ്പോൾ ചാടിക്കേറി ഒരുപാട് വാങ്ങിക്കൂട്ടരുത്. മാർക്കറ്റ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലുകൾക്ക് മുകളിൽ പോയി സ്റ്റേബിൾ ആവുന്നതുവരെ ഒന്ന് കാത്തിരിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ ഒരു മിനിറ്റ്, കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് കരുതി എല്ലാവരും വിൽക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടമുണ്ട്. അതിനെയാണ് നമ്മൾ ബെയർ ട്രാപ്പ് എന്ന് പറയുന്നത്. എന്താണത്? അപ്പോൾ എന്താണ് ഈ ബെയർ ട്രാപ്പ്? വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമെന്ന് നമ്മളെപ്പോലെയുള്ള ചെറിയ നിക്ഷേപകരെ വിശ്വസിപ്പിക്കും. അപ്പം നമ്മളെല്ലാവരും പേടിച്ചു വിൽക്കും. നമ്മൾ വിറ്റ് കഴിയുമ്പോൾ വലിയ കളിക്കാർ മാർക്കറ്റിനെ പെട്ടെന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ ട്രാപ്പിലാകും. ഇതിനെയാണ് ബെയർ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു ട്രാപ്പിന് ഇപ്പോൾ നല്ല സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ടെക്നിക്കലി ഒരു ഓവർസോൾഡ് കണ്ടീഷനിലാണ്. അതായത് ഒരുപാട് വിൽപ്പന ഇതിനകം കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരു ചെറിയ റിക്കവറിക്ക് സാധ്യത. ആ റിക്കവറി ഒരു ട്രാപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും സംഭവിക്കുക? ആദ്യം മാർക്കറ്റ് കുറച്ചുകൂടി താഴേക്ക് പോകും. അപ്പോൾ കൂടുതൽ ആളുകൾ പേടിച്ച് വിൽക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത കുതിപ്പ് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ വിറ്റവരെല്ലാം ട്രാപ്പിലാവും. പുതിയ കുറേ പേർ മാർക്കറ്റ് തിരിഞ്ഞെന്ന് കരുതി വാങ്ങാനും തുടങ്ങും. ഈ കെണി പൂർത്തിയായിക്കഴിഞ്ഞാൽ
മാർക്കറ്റ് അതിന്റെ യഥാർത്ഥ ഇടിവ് വീണ്ടും ശക്തിയോടെ തുടരും. അതുകൊണ്ട് ആകെ മൊത്തം നോക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാടിതാണ്. മാർക്കറ്റ് ബെയറിഷാണ്, താഴോട്ടു പോകാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ എപ്പോഴും ഒരു ബെയർ ട്രാപ്പ് പ്രതീക്ഷിക്കണം. ജാഗ്രതയോടെ നീങ്ങുക, ബെയറിഷ് വ്യൂ വെക്കുക, പക്ഷെ ഒരു കെണിക്ക് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: മാർക്കറ്റിന്റെ ട്രെൻഡ് താഴോട്ടാണ്, പക്ഷെ ഒരു കെണിക്കുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ ആ നിർണായക സപ്പോർട്ട്, ആ 24,000 എന്ന ലെവൽ പിടിച്ചു നിൽക്കുമോ അതോ തകർക്കപ്പെടുമോ? വരും ആഴ്ചകൾ ഇതിനുത്തരം നൽകും. നമുക്ക് കാത്തിരുന്ന് കാണാം.